ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. പിന്നെ നമ്മള് പുതിയായിട്ടൊരു വീഡിയോ ഉണ്ടാക്കണം. അതായത് നമ്മള് ആദ്യമായിട്ടൊരു ചലഞ്ച് വീഡിയോ. ആദ്യമായിട്ടല്ലല്ലോ ഇല്ലല്ലോ. അതിന് നമ്മള് ഗൈസ് നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായി. പക്ഷെ അത് വേറെ ഫോണിലാണ് നമ്മളിപ്പോ എടുത്തോണ്ടിരിക്കണം. കാരണം അത് ഒരു 16 മിനിറ്റുള്ള വീഡിയോ ആണ്. അത് വേറെ ഫോണിലോട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ക്വിക്ക് ഷെയർ ചെയ്യണം. അത് ചെയ്യാണെങ്കിൽ 2 മണിക്കൂർ എടുക്കും. വെറുതെ 2 മണിക്കൂർ ഫോൺ വെക്കേണ്ടി വരും. അത് കാരണം അത് പിന്നെ എപ്പോഴെങ്കിലും ഇടാം. ഇപ്പൊ കാണുമ്പോ ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പൊ ചലഞ്ചിന്റെ പേര് വേറെ ഒന്നുമില്ല. ഈ ബോള് കാണുമ്പോ ഫുട്ബോൾ ആയിരിക്കും ചലഞ്ച്. പക്ഷെ ഈ ബോൾ കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? പെനാൾട്ടി ചലഞ്ച്, ഫുട്ബോൾ ചലഞ്ച് അങ്ങനെയൊക്കെയല്ലേ വിചാരിക്കുള്ളൂ. പക്ഷെ അല്ല, നമ്മൾ ബാസ്കറ്റ് ബോള് ആണ് ചെയ്യാൻ പോണം. ഇന്ന് പിടിച്ചോ ബാസ്കറ്റ് ബോൾ ചലഞ്ച്. എന്നെ കാണിച്ച് ഇങ്ങനെയാണ് ചെയ്യണ്ട. ഇപ്പൊ ഞാനിപ്പോ 1 2 3 ഇങ്ങനെ 100 എത്തിച്ചെന്ന് ഇങ്ങനെ ചെയ്തോണ്ട് 100 വരെ എത്തിച്ചെന്ന് വിചാരിക്കുക. അത്ര എത്തിച്ചിട്ട് ഞാൻ അത്ര നിർത്തിയിട്ട് ഇങ്ങനെ പോയിക്കഴിഞ്ഞ അതിങ്ങനെ പോയിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരുന്ന കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ നിന്ന് പോയിക്കഴിഞ്ഞ ഔട്ടായി. അത് പൊട്ടിച്ചു കഴിഞ്ഞാ അപ്പൊ അടുത്ത ചാൻസിൽ ഇവൻ വരും. ഇവൻ വരും. അത് എന്റെ സ്കോർ ഇവൻ പൊട്ടിച്ചു കഴിഞ്ഞാ അതിനേക്കാളും വലിയ സ്കോർ ഞാൻ പൊട്ടിക്കും. അങ്ങനെ പൊട്ടിച്ച് ഈ പീരീഡ് ഒരു 10 മിനിറ്റിനെ കുറവേ ഉണ്ടാവുള്ളൂ. കാരണം ഷെയർ ചെയ്യാൻ പറ്റൂല. അതാണ് 10 മിനിറ്റിനെ കൂടി കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ പറ്റൂല വാട്സപ്പിൽ. ചെയ്യണില്ല. മിക്കവാറും ഒരു 8 മിനിറ്റ് 9 മിനിറ്റ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളു. ഫുൾ വീഡിയോ എന്തായാലും കാണുന്നുണ്ടോ പ്ലീസ്. ഇവനേരാന്നൊക്കെ പറഞ്ഞു പോകും. ഞങ്ങൾ കൊച്ചുങ്ങളല്ലേ, ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തരണ്ടേ. സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും പോരാ. പട്ടിങ്ങാണ്ട് വിചാരിക്കും 500 കിട്ടുക പൈസ കിട്ടുമോ. പൈസ കിട്ടണമെങ്കിൽ ഞങ്ങൾ ചലഞ്ച് ഇങ്ങനെയൊക്കെ ചെയ്യണം. പക്ഷെ നിങ്ങൾ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് കാര്യം മാത്രമില്ല, നിങ്ങളെ വല്ല വിചാരിക്കണം. എന്നാലും സബ്സ്ക്രൈബേഴ്സ് കയറുള്ളൂ. ഞങ്ങൾക്ക് പൈസ കേട്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല, ലൈക്കും ഷെയറെങ്കിലും ചെയ്യും. ഞങ്ങളെ പ്രായമുള്ളവര് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണ്ട. ബാക്കിയുള്ളവര് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും. ചേട്ടന്മാര് വലിയ ആൾക്കാരൊക്കെ പോട്ടെ, ചെറിയ ഞങ്ങളുടെ അത്രയൊക്കെയുള്ള പിള്ളേരുണ്ടാവും. അവരെങ്കിലും ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ ചേട്ടന്മാര് കാണാൻ അവരുടെ മോന്റെ അടുത്ത് പറയണം സബ്സ്ക്രൈബ് ചെയ്യാൻ. കാരണം ഞങ്ങളുടെ ഫാൻസ് ഒന്നും ഇല്ല. ഞങ്ങൾക്ക് അറിയാം ഫാൻസേ ഇല്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ഇങ്ങനെയൊക്കെ പറയണ. ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ട് നേരെ ചലഞ്ചിലായിട്ട് പോസ് ചെയ്യട്ടെ. അപ്പൊ ഗൈസ്, ആദ്യത്തെ ചാൻസ് ഇവനാണ് ആദ്യം ചാൻസ് ചെയ്യണ. അപ്പൊ ഇവനെ എത്ര സ്കോർ പൊട്ടിക്കുമെന്ന് അറിയില്ല. എന്നാലും ഫസ്റ്റ് ട്രൈ ഇവന്റെ ആണ്. അപ്പൊ ഇവന്റെ ഇത് ചെയ്യാം ഗൈസ്. അപ്പൊ അവിടെ ഫസ്റ്റ് ട്രൈ ഇവിടെ ലൈറ്റ് അടിക്കുക ഗൈസ്. അവിടെ നിന്ന് ലൈറ്റ് അടിക്കണം. കാരണം എന്തൊരു ക്ലിയർ ആയിട്ടില്ല. ഇങ്ങോട്ട് വന്ന് എന്താണ് നീ ഇവിടെ ഇരുന്നേ. കുഴപ്പമില്ല, ചെയ്തോ. നമ്മൾ അധികം ഇങ്ങനെ ചെയ്യാറ്. ഫുട്ബോൾ കളിക്കുമ്പോൾ അറിയാണ്ട് കൈ വെച്ച് ഇങ്ങനെ ചെയ്യാറുള്ളൂ. അതായത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇടയ്ക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ബോൾ എടുക്കുമ്പോൾ ഇങ്ങനെ ക്യാച്ച് ചെയ്ത് അപ്പൊ ഗൈസ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഇത് ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇത് ഞാൻ വെറുതെ കാണിച്ചെന്നുള്ളൂ. കൊണ്ട് ഇങ്ങനെ. അപ്പൊ ഫസ്റ്റ് ട്രൈ നിനക്കല്ലേ എന്താ. അപ്പൊ ഗൈസ് പിന്നെ ഈ ഫോൺ വേറെ എന്താ, ഞാൻ വേറെ ഫോണിൽ എടുക്കണത്. അയ്യോ, ഇവിടെ വന്നേക്ക്. എനിക്ക് ഇവിടെ മര്യാദക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ.
ഗായ്സ് ഒരു അബദ്ധം ഉണ്ടട്ടാ. ഇപ്പൊ തന്നെ 6 മിനിറ്റ് കഴിഞ്ഞ്. ഇനി ഞാനാണ്ടോ ചെയ്യാൻ പോണ. ഇനി അടുത്തതാണ് ഇതിന്റെ 123 സ്കോർ ഞാൻ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇവനത് പൊട്ടിക്കണം. അവിടെ ഇരുന്നു എന്നാല് മൊത്തം കിട്ടുള്ളൂ. അവിടെ ഇരുന്നോളാം. മൊത്തം കിട്ടൂല. മൊത്തം കിട്ടാണ്ടോ? മൊത്തം കിട്ടാണ്ടേ? ക്ലിയർ ആവുന്നില്ല ലൈറ്റ്. ആയോ? ആ ചെയ്യാമോ? ഈ കൊടേനെ ഇവിടെ വെക്കണ്ടേ? അല്ലെങ്കിൽ 3 2 1 start. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 കൈ പിടിക്കാൻ പറ്റൂല. 38 39 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 ഗൈസ് അപ്പ എന്താണ് ഇവൻ സ്കോർ പൊട്ടിക്കണം. എനിക്ക് എത്ര ആണെങ്കിലും ചെയ്യാട്ടോ. 71 72 73 74 75 76 നിന്റെ വേസ്റ്റ് കഴിഞ്ഞാൽ 80 81 82 83 84 85 86 87 88 89 91 92 93 94 95 96 ഗൈസ് എനിക്ക് സ്കോർ പൊട്ടിച്ചിട്ടില്ല. അപ്പൊ ഇവന് എത്ര ആണെങ്കിലും ചെയ്യാം. അപ്പൊ റീസ്റ്റാർട്ട് പോസ് ചെയ്യാനാണ് ഗൈസ്. ഒരു ബ്രേക്ക് തുടങ്ങിക്കോ. അപ്പൊ ഗൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂള് മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം അടുത്ത ചാൻസ് ഇവന്റ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ കുട്ടികളെ എനിക്ക് എത്ര ആണെങ്കിലും ചെയ്യാന്നാണ്. പക്ഷെ മാറ്റാൻ പറ്റില്ല. കാരണം ഞാൻ ചെയ്യണമ്പോ ഒരു ഇതുണ്ടാവില്ല. കാരണം ഇനി മമ്മ രണ്ടുപേരുടെ ഇവന്റെ എൻ്റെ ചാൻസ് ഒറ്റ ചാൻസ് അവിടെ തന്നെ ഉണ്ടാവുള്ളൂ. അതാണ് ഞാൻ ചാൻസ് മാറ്റിക്കൊണ്ടിരിക്കണേണ്. അപ്പൊ അടുത്ത ഇവനാണ് വരാൻ പോണ. അപ്പൊ ഇവന് എല്ലാവരും ഒരു കമന്റ് ഇട്ടേക്കണം. പ്രജു ആൻഡ് ജോജു വിൻസ് എന്ന് പറഞ്ഞ ഒരു കമന്റ് കേട്ടോ. ഓക്കെ അപ്പൊ അടുത്ത ഇവന്റ് ആണ്. അയ്യോ ഒരു ഓൾ ദ ബെസ്റ്റ് കൊടുത്തേക്ക്. നിന്റെ അടുത്തൊരു ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അടുത്ത വീഡിയോ ഞങ്ങൾ ഇപ്പൊ ഇടൂല. ഈ വീഡിയോ തന്നെ എന്തായാലും ഇടാൻ പറ്റൂല. അടുത്ത ഇന്ന് കണ്ടതാ രണ്ടെണ്ണം ഒരുമിച്ച് ഇടാൻ പറ്റൂല. ഒരു നാളെ ഒരു 5 മണിയാകുമ്പോ നിങ്ങൾ നോക്കിക്കോ. ഞങ്ങള് നാളെ 4:58 വീഡിയോ അപ്ലോഡ് ചെയ്യും. 5 മണിക്ക് അത് അപ്ലോഡ് ആയി കഴിഞ്ഞാൽ നേരെ ഒരു ചാനൽ എടുത്ത് നോക്കിയാൽ മതി. അവിടെ പുതിയത് വന്നിട്ടുണ്ടാവും. ഇന്ന് ചെയ്യാൻ പറ്റൂലടാ. കാരണം 2 ഫുൾ വീഡിയോ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ബോറാവും. പപ്പ ചെറുപ്പളേ നാളെ പോവുള്ളൂ. നാളെ വേണമെങ്കിൽ രാത്രി പപ്പ ഓഫീസ് കഴിഞ്ഞ് വരുമ്പോ അയ്യോ ഇവന്റെയും കൂടി ചാൻസ് ചെയ്തേ മിക്കവാറും ഈ വീഡിയോ ഫിനിഷ് ആവാൻ സാധ്യത ഉണ്ട്. കാരണം 10 മിനിറ്റ് ആയി കഴിഞ്ഞു. വേഗം പോടാ. ലെങ്ത് ആയി കഴിഞ്ഞ സമയം പോകും. പെട്ടെന്ന് ചെയ്തോ. ചിലപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ക്വിക്ക് ഷെയർ ചെയ്യാം. ചിലപ്പോ ക്വിക്ക് ഷെയർ ചെയ്യേണ്ടി വരും. പക്ഷേ അപ്പുറത്തെ വീട്ടിലൊക്കെ പോവും. അതുകൊണ്ട് ഞങ്ങൾ അധികം ചെയ്യാറില്ല. ആ വീട്ടിലും ഈ വീട്ടിലും പോവും. അത് കാരണം ലെങ്ത് ചെയ്യണ്ട. ഇനി വേഗം പോവാ ചെയ്തോ.
ആയിട്ടുണ്ട് വീഡിയോ. അപ്പൊ ഇന്നത്തെ വിന്നർ എന്ന് വെച്ചാൽ ഇവൻ തന്നെ 123 ചേർത്തിട്ട് ഇവൻ വിന്നറായിക്കണ്. ഇവന് വിന്നായിട്ടൊന്നും കൊടുക്കൂല. ഇത്രയോളൂ. അപ്പൊ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യുന്ന ഈ നല്ല വീഡിയോസ് ഫോളോ ചെയ്യണ്ട ഇൻസ്റ്റയില്ല.